ഹായ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 41/2021 +2 ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25 ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. PSC LDC 2024 ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും പഠനമൊക്കെ നല്ല ഊർജിതമാക്കുക. ഈ LDC നമുക്കുള്ളതാണെന്ന് തന്നെ ഉറപ്പിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വരുന്ന പരീക്ഷകൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമാണ്. നമ്മൾ 2021 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 26ാമത്തെ ചോദ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ K. ആൻസർ ഓപ്ഷൻ ബി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? അഥവാ പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? അത് ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. എൻസൈം ചോദിച്ചാലോ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം അത് ത്രോംബോകൈനേസ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമോ? അത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഇനി രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതുവാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം കാൽസ്യം ആണ്. ഇവിടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വിറ്റാമിൻ K. സാധാരണഗതിയിൽ രക്തം കട്ടപിടിക്കാൻ വേണ്ട സമയം എത്രയാണെന്ന് അറിയാമോ? അത് 8 മുതൽ 15 മിനിറ്റ് വരെയാണ്. സാധാരണഗതിയിൽ രക്തം കട്ടപിടിക്കാൻ വേണ്ട സമയമാണ് 8 മുതൽ 15 മിനിറ്റ് വരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തതേത്? താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത് പേശികല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പേശികലയാണ് ഉൾപ്പെടാത്തത്. ജന്തുകലകളെ ആവരണകല, നാഡീകല, പേശികല, യോജകകല എന്നിങ്ങനെ പ്രധാനമായിട്ടും 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ജന്തുകലകളെ ആവരണകല, നാഡീകല, പേശികല, യോജകകല എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് യോജകകലകൾ. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് യോജകകലകൾ. അങ്ങനെയുള്ള യോജകകലകളാണ് തരുണാസ്ഥി, നാരുകല, രക്തം മുതലായവ. യോജകകലകൾക്ക് ഉദാഹരണമായിട്ടുള്ളവയാണ് തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവ. അതില് രക്തം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള യോജകകലയാണ്. ദ്രാവക രൂപത്തിലുള്ള യോജകകലയാണ് രക്തം. 28ാമത്തെ 29ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരമാണ് ചോദിച്ചേക്കുന്നത്. 1.3 മുതൽ 1.4 കിലോഗ്രാം വരെയാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം. ആൻസർ ഓപ്ഷൻ എ. 1.3 മുതൽ 1.4 വരെ കിലോഗ്രാം. 31ാമത്തെ ചോദ്യം. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ്. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയാണ്. ആൻസർ ഓപ്ഷൻ സി. താപഫലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തതേത്? സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. ന്യൂക്ലിയർ ബലം. ന്യൂക്ലിയർ ബലം സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ല. അത് സമ്പർക്ക ഇതര ബലമാണ്. വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്നതാണ് സമ്പർക്ക ബലം. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്നതാണ് സമ്പർക്ക ബലം. വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, വലിവ് ബലം ഇതൊക്കെ സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, വലിവ് ബലം ഇതൊക്കെ സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. ന്യൂക്ലിയർ ബലം, വൈദ്യുതകാന്തിക ബലം മുതലായവയൊക്കെ സമ്പർക്കരഹിത ബലങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? ആൻസർ ഓപ്ഷൻ എ. 1s2, 2s2, 2p4.
1s2, 2s2, 2p4. ഇതാണ് ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16 ആണ്. പ്രധാനപ്പെട്ട സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് എന്നിവയാണ് പ്രധാന സബ്ഷെല്ലുകൾ. എസ്, പി, ഡി, എഫ് ഇതൊക്കെയാണ് പ്രധാന സബ്ഷെല്ലുകൾ. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 2 ആണ്. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളെ വരെ ഉൾക്കൊള്ളാവുന്നതാണ്. ഡിയില് 10 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളുന്നത്. എഫില് 14 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ലോക ഓസോൺ ദിനം എത്രയാണ്? സെപ്റ്റംബർ 16. ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഈ നാക്രിയസ് മേഘങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം അനാൽജസിക്കുകൾ. ഓപ്ഷൻ ബി, അനാൽജസിക്കുകൾ. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗമാണ് അനാൽജസിക്കുകൾ. നമുക്ക് ബാക്കിയുള്ളവ കൂടെ ഒന്ന് നോക്കാം. ശരീര താപനില കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ആന്റിപൈററ്റിക്കുകൾ. ശരീര താപനില കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണ് ആന്റിപൈററ്റിക്കുകൾ. അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് അന്റാസിഡ്. അസിഡിറ്റി കുറയ്ക്കുന്നതിനാണ് അന്റാസിഡ്. അതുപോലെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിനാണ് ആന്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത്. സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിനാണ് ആന്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ DVD. ആൻസർ ഓപ്ഷൻ ബി, ബ്ലൂറേ DVD. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ഓപ്ഷൻ സി, ജിംബ് ആണ് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഇതൊരു ബ്രൗസർ ആണ്. ഓപ്ഷൻ ഡി, സഫാരി എന്ന് പറയുന്നത് ബ്രൗസർ ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഉപയോഗിക്കാത്തത് കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉപയോഗിക്കാത്തത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ് എന്നാണ്. ഓപ്ഷൻ ബി, ബഗ്സ് എന്നാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി. തെറ്റായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. എ, നീലകണ്ഠപിള്ള കാരൂർ. ബി, അച്യുതൻ നമ്പൂതിരി അക്കിത്തം. സി, ജോർജ് ഓണക്കൂർ കാക്കനാടൻ. ഡി, പി സച്ചിദാനന്ദൻ ആനന്ദ്. ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി, ജോർജ് ഓണക്കൂർ കാക്കനാടൻ എന്നത് തെറ്റായ ജോഡിയാണ്. ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. ജോർജ് ഓണക്കൂർ അല്ല, ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. അപ്പോൾ തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ളവ ശരിയായിട്ടുള്ളതാണ്. കാരൂർ നീലകണ്ഠപിള്ള, അക്കിത്തം അച്യുതൻ നമ്പൂതിരി,
ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ. ബാക്കി മൂന്നും ശരിയായിട്ടുള്ളതാണ്. 42ാമത്തെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഓണം. ഓണവുമായി ബന്ധപ്പെട്ടാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. 43ാമത്തെ ചോദ്യം, ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണമാണ് വയലിൻ. ഓപ്ഷൻ ഡി വയലിൻ. 44, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലുള്ള ചെറുതുരുത്തിയിലാണ്. ഓപ്ഷൻ എ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. ഇത് 1927 ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. 1930 നവംബർ 9 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. 27 ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. 1930 നവംബർ 9 ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തു. 2007 കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. 2007 കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. അതുപോലെ 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചിട്ടുണ്ട്. 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ KG പൗലോസ്. ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് ആയിരുന്നു. അതുപോലെ നിലവിലെ വൈസ് ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. ആൻസർ ഓപ്ഷൻ സി KM ബീനാമോൾ. നമുക്ക് ബാക്കിയുള്ളവരെ കൂടി ഒന്ന് നോക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ലോങ് ജമ്പിൽ വെങ്കല മെഡലാണ് നേടുന്നത്. അതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി ചോദിച്ചാലും PT ഉഷയാണ്. ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി ചോദിച്ചാലും PT ഉഷയാണ്. 1984 ലോസ് ഏഞ്ചൽസിൽ ഉള്ള ഒളിമ്പിക്സിലാണത്. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാരെന്ന് ചോദിച്ചാലും MD വത്സമ്മയാണ്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരവും MD വത്സമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം. 43 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അത് ക്യൂബയാണ്. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യമാണ് ക്യൂബ. 47ാമത്തെ ചോദ്യം നോക്കാം. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ICICI ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ ICICI ബാങ്ക്. 1994 ICICI ബാങ്ക് രൂപീകരിച്ചത്. 1994 ICICI ബാങ്ക് രൂപീകരിച്ചത്. ICICI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ICICI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. ആൻസർ ഓപ്ഷൻ എ സുഗതകുമാരിയാണ് പ്രഥമ ONV പുരസ്കാരം നേടുന്നത്.
2017 മുതലാണ് ONV പുരസ്കാരം നൽകി തുടങ്ങിയത്. ONV കൾച്ചറൽ അക്കാദമിയാണ് പുരസ്കാരം നൽകുന്നത്. 2023 ONV പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണനാണ്. 2023 ONV പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണൻ. 2017 മുതലാണ് ONV പുരസ്കാരം നൽകി തുടങ്ങിയത്. 2017 പ്രഥമ ONV പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ്. 2023 ONV പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണൻ. 49ാമത്തെ ചോദ്യം നോക്കാം. 2020 വർഷത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം. 2020 വർഷത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം. ഓപ്ഷൻ ഡി സസ്യാരോഗ്യ വർഷം. 2023 ചെറുധാന്യ വർഷമായിരുന്നു. 2023 ചെറുധാന്യ വർഷമായിരുന്നു. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഒന്നുകൂടെ പറയാം. 2023 ചെറുധാന്യ വർഷമാണ്. അതുപോലെ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത് സെൻസസ് ആയിരുന്നു 2021 നടത്താനിരുന്നത്. ഓപ്ഷൻ ബി. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരുന്നത്? അത് 8ാമത്തെ ആയിരുന്നു. ഓപ്ഷൻ ബി. അപ്പോൾ നമ്മൾ 50 GK ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മൊത്തം. ഇന്നലെ 25 ബാക്കി 25 ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തുടർച്ചയായി വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ഒക്കെ നൽകുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.